ജീവിതം മെച്ചപ്പെടണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? ജീവിതം മെച്ചപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നെഗറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാകണം. നെഗറ്റീവ് എനർജി. അപ്പം നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ നെഗറ്റീവ് എനർജി എങ്ങനെയുണ്ടാകും? നെഗറ്റീവ് എനർജി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നെഗറ്റീവായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് നെഗറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, നമ്മളൊക്കെ നെഗറ്റീവായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരാണോ? നെഗറ്റീവായ വാക്കുകൾ ഉപയോഗിച്ചാൽ പോലും എന്ത് ചെയ്യും? ജീവിതത്തിലേക്ക് നെഗറ്റീവ് എനർജിയുടെ പ്രഭാവം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പം നെഗറ്റീവായ വാക്കുകൾ നമ്മൾ ജീവിതത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ജീവിതത്തിൽ നെഗറ്റീവ് എനർജിയുടെ പ്രഭാവം ഉണ്ടാകും. ജീവിതം എന്ത് ചെയ്യും? അതപ്പതിച്ചു പോകുന്നതാണ്. ഉദാഹരണത്തിന് നമ്മളൊക്കെ ആരാധനാലയങ്ങളിൽ പോകുന്നവരാണ്. എന്തിനാണ് ഈ ആരാധനാലയങ്ങളിൽ പോകുന്നതെന്ന് അറിയാം? എന്തിനാണ് നമ്മളൊക്കെ ആരാധനാലയങ്ങളിൽ പോകുന്നവരാണ്? അമ്പലങ്ങളിൽ പോകുന്നവരും പള്ളികളിൽ പോകുന്നവരും ഒക്കെയാണ്. അപ്പം എന്തിനാണ് ഈ ആരാധനാലയങ്ങളിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്തിനാണ്? നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുക അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലൊക്കെ പോകുന്നത്. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പോലും ചിലപ്പോൾ നെഗറ്റീവ് എനർജി ഉണ്ടാകാറുണ്ട്. എന്താണ് പറയുന്നത്? നമ്മളവിടെയൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ ചെന്നുകൊണ്ട് നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ഒരു നെഗറ്റീവ് എനർജിയാണ്. ഉദാഹരണത്തിന് നമ്മൾ ഒരു ആരാധനാലയങ്ങളിൽ ചെന്ന് നിൽക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ പറയുന്നു, എൻ്റെ ദാരിദ്ര്യം മാറണേ, അല്ലെങ്കിൽ എൻ്റെ ദാരിദ്ര്യം മാറണേ എന്ന് പറയുന്നു. ഈ ദാരിദ്ര്യം എന്ന വാക്കെന്താണ്? ഒരു നെഗറ്റീവാണ് കേട്ടോ. അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാവുകയാണ്. മറിച്ച് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകുന്നു? ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു. നമ്മുടെ ദാരിദ്ര്യം മാറണേ എന്ന് പറയുന്നതിന് പകരം എനിക്ക് സമ്പത്തുണ്ടാകണേ എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന എന്തായി? അത് പോസിറ്റീവായി കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ആരാധനകളിൽ നിന്ന് ചെന്ന് പറയും, രോഗങ്ങൾ മാറ്റിയിടണമേ അല്ലെങ്കിൽ രോഗങ്ങൾ മാറ്റിത്തരണമേ എന്ന് പറയുന്നു. ആ പ്രാർത്ഥന എന്താണ്? ആ നെഗറ്റീവാണ്. രോഗങ്ങൾ ഒരു നെഗറ്റീവാണ്. മറിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന എന്തായി മാറി? പോസിറ്റീവായി മാറി. ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകണേ, എനിക്ക് ആരോഗ്യമുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന എന്തായി? പോസിറ്റീവായി മാറി കേട്ടോ. അതുപോലെ നന്മകൾ ഉണ്ടാകണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന എന്തായി മാറി? പോസിറ്റീവായി മാറി. നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ നമ്മൾ നെഗറ്റീവ് വാക്കുകൾ കഴിവതും ഉപയോഗിക്കാതിരിക്കുക. നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ജീവിതം അതപ്പതിച്ച് നമ്മൾ മുതിർന്നവരൊക്കെ പറഞ്ഞു കേട്ടില്ലയോ? ചീത്ത പറയരുത്, തെളിവാക്കുകൾ ഉപയോഗിക്കരുത് എന്നൊക്കെ പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? അതൊക്കെ ജീവിതത്തിൽ നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്നവയാണ്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ പറയുക, പോസിറ്റീവായ കാര്യങ്ങൾ പ്രവർത്തിക്കുക, പോസിറ്റീവായ വാക്കുകൾ ജീവിതത്തിൽ ഉപയോഗിക്കുക, നെഗറ്റീവായ വാക്കുകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. നെഗറ്റീവായ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് പ്രഭാവം ഉണ്ടാകും. ജീവിതം പിന്നോട്ടടിച്ചു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മുൻതൂക്കം നൽകേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ നമ്മുടെ കരിയറിന് നമ്മൾ മുൻതൂക്കം നൽകണം. നല്ലൊരു കരിയർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യും? ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുവാനായിട്ട് കഴിയും. നല്ലൊരു കരിയർ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എല്ലാമായി എന്നാണ് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ എല്ലാമായി എന്നല്ല, അത് വേറെ കാര്യം. എങ്കിലും നമുക്ക് അത്യാവശ്യം ജീവിതത്തിൽ എല്ലാം ആവുമെന്നാണ് നല്ലൊരു കരിയർ നമുക്കുണ്ടെങ്കിൽ. അവിടെ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിലായിരിക്കണം. അതുപോലെ കഴിഞ്ഞുപോയ ദിനങ്ങളെ ഓർത്ത് നമ്മൾ വിലപിക്കുവാൻ പാടില്ല. കഴിഞ്ഞുപോയ ദിനങ്ങൾ കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ കഴിഞ്ഞതാണ്. ഫാസ്റ്റ് ഈസ് ഫാസ്റ്റ്. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് യാതൊരു കാര്യമില്ല. പിന്നെയുള്ളത് നാളെകളാണ്. നാളെകൾ മനോഹരമാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നല്ലൊരു നാളേക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇന്നത്തെ ദിവസം എന്ത് ചെയ്യുക? പ്രയോജനപ്പെടുത്തുക കേട്ടോ. നമ്മൾ നാളെകളെക്കുറിച്ച് ഓർത്ത് നാളെകളെ മനോഹരമാക്കുന്നതിന് വേണ്ടി ചെയ്യുക, നല്ല ഹാർഡ് വർക്ക് ചെയ്യുക. നല്ല പ്രവൃത്തികളിലൂടെ നാളെകൾ മനോഹരമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ ജീവിതത്തെ വളരെ 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 ശ്രദ്ധയോടെ മാത്രം ജീവിതത്തെ ഹാൻഡിൽ ചെയ്യുക കേട്ടോ. നമ്മളുടെ തെറ്റായൊരു വാക്കുമതി അല്ലെങ്കിൽ ഒരു നിമിഷത്തെ തെറ്റായൊരു വാക്കുമതി ചിലപ്പോൾ ജീവിതം തന്നെ മാറി മറിഞ്ഞു പോകാൻ. അതുകൊണ്ട് ജീവിതത്തിൽ എടുക്കുന്ന ഓരോ
കൈക്കൊള്ളുവാനും. അതുപോലെ നമ്മൾ മനസ്സിലാക്കും, നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പുകളും വളരെ വളരെ ആലോചിച്ച് വേണം ഓരോ സ്റ്റെപ്പുകളും ജീവിതത്തിൽ കടന്നു പോകുവാൻ കേട്ടോ. എപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞാൽ അതെന്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് കേട്ടോ.